ഇന്ന് മുതൽ നിന്റെ ജോലി എന്താണെന്ന് ഞാൻ പറയും. എന്താണാവോ? എന്നെ പുകഴ്ത്തൽ. ഒരു സോഷ്യൽ മീഡിയയിലൂടെ സമീപകാല സെൻസേഷനായ ഒരു വ്യക്തിത്വമാണ്. ജീവിതത്തിലെ വലിയ വെല്ലുവിളികളെ അതിജീവിച്ച് ഫോട്ടോ ഷൂട്ടുകളിലൂടെയും റീലുകളിലൂടെയും എനിക്ക് നാണാവുന്നു. സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടരുന്ന ഈ മത്സരാർത്ഥി ആരാണെന്ന് കാണാം. വെൽക്കം രേണു സുധി. നമസ്കാരം. ഇതാരാ? വാര്യമ്പള്ളിയിൽ മീനാക്ഷിയല്ലോ. നമസ്കാരം. വെൽക്കം. നമസ്കാരം. വെൽക്കം. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. അങ്ങനെ ആക്കണ്ട കേട്ടാ. അല്ല, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ നിങ്ങളുടെ പേര് ആണല്ലേ? ആണ്. നാട്ടിൽ വഴക്കും വെക്കാണോ എന്ന് നടന്ന കേശവൻകുട്ടി ഈ നിലയിലാവുമെന്ന് ആരെങ്കിലും കരുതിയോ? എല്ലാം മുകളിലിരിക്കുന്ന ഒരാളുടെ ലീലകളല്ലേ. ഒരുപാട് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഇതൊക്കെ എന്ത് അത്ര എളുപ്പമുള്ളൊരു സ്ഥലമല്ല. ഇതിലിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്തായിരിക്കും അതിവിടെ നമ്മുടെ കൂടുതൽ ഒരു തന്ത്രങ്ങൾ മെനയാൻ പോകുന്നത്? ഇവന്മാരെ പൊളിച്ചടുക്കി 4 കാശുണ്ടാക്കിയിട്ട് അരിയലെ അങ്ങോട്ട് കെട്ടിയെടുത്തോണ്ടാ മതിയേ. നമ്മളായിട്ട് തന്നെ നിൽക്കുക. കറക്റ്റ്. അത്രേ ഉള്ളൂ ലാലേട്ടാ. അല്ലാതെ തന്ത്രങ്ങൾ മെനഞ്ഞു നിൽക്കാനോ ഒന്നും. കുറച്ച് കഴിയുമ്പോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമല്ലേ? പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അപ്പൊ അത് അതിന്റെ കൂടെ അല്ലേ? ശരി. എല്ലാ ബിഗ് ബോസ് പോലല്ല ഇപ്രാവശ്യം. കുറച്ച് നല്ല എഴിന്റെ പണിയെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ചോരപ്പുഴ ഒഴുകും. നന്നായിട്ട് കളിക്കൂ. വട്ടാണല്ലേ. ഞാൻ ഈ കുറച്ചുനാൾ പ്രോഗ്രാം ചെയ്യാതെ മറന്നിരിക്കുകയായിരുന്നു. ഞാൻ എങ്ങനെയെങ്കിലും പ്രേക്ഷകരുടെ മുന്നിൽ എത്താൻ രേണുവായിട്ട് ഒരു റീൽ ചെയ്താൽ മതി എന്ന് വിചാരിച്ചു. വേഷം കെട്ടെടുത്താണല്ലോ അടിച്ചതിന്റെ. Check it out, yo.